2022 പുറത്തിറങ്ങിയ ഒരു പാകിസ്ഥാനി ചലച്ചിത്രം പാകിസ്ഥാനിൽ ആദ്യം പ്രദർശനം നിരോധിക്കുകയും പിന്നീട് അനുവദിക്കുകയും ചെയ്ത വിവാദമായ ചലച്ചിത്രം ജോയ്ലാൻഡ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറെ പ്രസക്തമായ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത ഈയൊരു ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ലാഹോറിലെ ഇന്നർ സിറ്റിയിൽ ഒരിടത്താണ്. ഹൈദറിനെ നമ്മൾ പരിചയപ്പെടുന്നു. ഹൈദർ ആ വീട്ടിലെ ഇളയ മകനാണ്. അയാളെന്ന് തന്റെ സഹോദരൻ സലീമിന്റെ മക്കളോടൊപ്പം ഒളിച്ചു കളിക്കുകയായിരുന്നു. സലീമിന് 3 പെൺമക്കളുണ്ട്. കളിക്കിടയിൽ അയാൾ തന്റെ സഹോദരപുത്രിയെ പിടികൂടി. എന്നാൽ കൃത്യം ആ സമയത്ത് സഹോദരന്റെ ഭാര്യ അവനെ വിളിച്ചു. നുച്ചി എന്നാണ് അവരുടെ പേര്. നുച്ചി ഹൈദറിനോട് പെട്ടെന്ന് മോട്ടോർ സൈക്കിൾ എടുക്കുവാനും ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും പറഞ്ഞു. നുച്ചിയുടെ 4ാമത്തെ പ്രസവം അടുത്തിരുന്ന സമയമായിരുന്നു. പെയിൻ എടുത്തതുകൊണ്ട് മക്കളോടൊക്കെ കാര്യം പറഞ്ഞ് അവർ വേഗം തയ്യാറായി. നുച്ചിയെ ഹൈദർ ബൈക്കിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അവർ അവിടെ എത്തുമ്പോഴേക്കും ഹൈദറിന്റെ സഹോദരൻ സലീമും അവിടെ എത്തിയിട്ടുണ്ട്. നുച്ചിക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങാൻ ഹൈദർ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. അപ്പോഴാണ് രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി നിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറെ അയാൾ നോക്കിക്കാണുന്നത്. അവളെ കണ്ടതും ഹൈദർ വിസ്മയിച്ചു നോക്കി നിന്ന് പോയി. കാരണം ഇത്രയധികം രക്തം ഒരാളുടെ ശരീരത്തിൽ പറ്റിയിരുന്നതും അതുപോലെ സ്ട്രോങ് ആയ ഒരു ട്രാൻസ്ജെൻഡറെയും അവനിതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടേക്ക് സലീം എത്തി. മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്തു ചെയ്യുകയാണെന്ന് ചോദിച്ച് അയാൾ ഹൈദറിനെ ശകാരിച്ചു. എന്തായാലും കുറച്ച് സമയം പിന്നിട്ടു. നുച്ചിക്ക് കുട്ടി ജനിച്ചു. 4ാമതും ഒരു പെൺകുഞ്ഞായിരുന്നു ജനിച്ചത്. ആ വിവരം അറിഞ്ഞതും സലീമും നുച്ചിയും വളരെയധികം സങ്കടത്തിലായി. കാരണം ഇത്തവണയെങ്കിലും ഒരു മകനുണ്ടാകും എന്നവർ ആഗ്രഹിച്ചിരുന്നു. സലീം അതിന്റെ പേരിൽ നഴ്സിനോട് കയർത്തു. റിപ്പോർട്ട് പ്രകാരം നുച്ചിയുടെ വയറ്റിൽ ആൺകുഞ്ഞാണെന്നായിരുന്നു മുമ്പ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ജനിച്ചതൊരു പെൺകുഞ്ഞാണ്. റിപ്പോർട്ട് തയ്യാറാക്കിയ ആൾക്ക് പരിചയക്കുറവുണ്ടായതാകാം, അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ റിപ്പോർട്ട് എടുത്തത് കൊണ്ടുവന്ന പിശകാകാം എന്നായിരുന്നു നഴ്സിന്റെ മറുപടി. സലീം എന്ന് തന്റെ ഭാര്യ നുച്ചിയെ ആശ്വസിപ്പിച്ചു. ശേഷം അവിടെ നിന്നും പോയി. കഥ അവിടെ നിന്ന് വീണ്ടും ഹൈദറിലേക്ക് തിരിയുന്നു. ഹൈദറിന് നിലവിൽ ജോലിയൊന്നുമില്ല. വീട്ടുജോലികളിൽ നുച്ചിയെ സഹായിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ ഹൈദറാണ്. പൊതുവെ ആണുങ്ങൾക്കുണ്ടെന്ന് പറയപ്പെടുന്ന മാസ്കുലാരിറ്റി കുറഞ്ഞ ഒരാളായിരുന്നു അവൻ. വീട്ടുജോലി ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആണുങ്ങൾ ചെയ്തിരുന്ന ആടിനെ അറക്കുകയും മറ്റും ചെയ്യുന്ന പ്രവൃത്തികളോട് വല്ലാതെ ഭയവും ഉണ്ടായിരുന്ന ഒരു യുവാവ്. മറുവശത്ത് ഹൈദറിന്റെ ഭാര്യയാകട്ടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സ്ത്രീയാണ്. മുംതാസ് എന്നാണ് അവളുടെ പേര്. പാർലറിൽ ബ്യൂട്ടീഷ്യനായി അവൾ ജോലി നോക്കുന്നു. നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുമുണ്ട്. പക്ഷേ മകൻ ഇങ്ങനെ വീട്ടിലിരിക്കുകയും മരുമകൾ ജോലിക്ക് പോകുന്നതും ഹൈദറിന്റെ പിതാവ് അമാനുള്ളയ്ക്ക് തീർത്തും ഇഷ്ടമായിരുന്നില്ല. ആ പാട്രിയാർക്കൽ കുടുംബത്തിൽ ഏറ്റവും ഉയർന്ന അധികാരത്തിൽ ഉത്തരവുകൾ ഇട്ടുകൊണ്ടിരുന്നത് അമാനുള്ളയായിരുന്നു. ഹൈദർ പുറത്തുപോയി ജോലി ചെയ്യണമെന്നും മുംതാസ് വീട്ടുപണികൾ ചെയ്ത് വീട്ടിലിരിക്കണം എന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നിലവിൽ അവരുടെ വീട്ടിൽ മുഴുവൻ പെൺകുഞ്ഞുങ്ങളാണല്ലോ ഉള്ളത്. തറവാടിന് ഒരു പിന്തുടർച്ചാവകാശം വേണമെന്നും ഹൈദറിനൊരു മകനുണ്ടാകണമെന്നും അമാനുള്ളക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് പിതാവിന്റെ ശരീരം ഹൈദർ തിരുമ്മിക്കൊടുക്കുന്നതിനിടയിൽ അയാൾ അക്കാര്യം ഹൈദറിനോട് പറഞ്ഞു. പക്ഷേ മുംതാസ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നായിരുന്നു ഹൈദറിന്റെ മറുപടി. അത് കേട്ടതും പിതാവ് പരിഹാസത്തോടെ ഹൈദറോട് ചോദിച്ചു, അവൾക്ക് താല്പര്യമില്ലാത്തതാണോ അതോ നിനക്കിനി അതിന് കഴിവില്ലേ? അത് കേട്ട് ഹൈദറിന് വിഷമം തോന്നിയെങ്കിലും അയാളൊന്നും പ്രതികരിച്ചില്ല. പിന്നീട് ഹൈദർ മുംതാസിനടുത്ത് ചെന്നു. മുംതാസിനോട് സംസാരിച്ചു. മുംതാസിന് വരുന്ന വരുമാനത്തിൽ നിന്ന് മുറിയിൽ ഒരു AC വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ AC വെക്കുകയാണെങ്കിൽ ആദ്യം അബ്ബയുടെ മുറിയിൽ വെക്കേണ്ടി വരും എന്നായിരുന്നു അവൻ പറഞ്ഞത്. അങ്ങനാണെങ്കിൽ 2 വാങ്ങാമെന്നും നമ്മുടെ മുറിയിലും അബ്ബയുടെ മുറിയിലും വെക്കാം എന്നും മുംതാസ് മറുപടി പറഞ്ഞു. പിന്നാലെ കഴിഞ്ഞ ദിവസം ഹൈദർ ഉണ്ടാക്കി കൊടുത്തുവിട്ട ഒരു വിഭവം പാർലറിലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നും മുംതാസ് അവനെ അഭിനന്ദിച്ചു. ആ സമയത്താണ് അവനൊരു കാര്യം അവളോട് പറഞ്ഞത്. തന്റെ സുഹൃത്തായ കൈസർ തന്നെ കാണാൻ വിളിച്ചിട്ടുണ്ടെന്നും അയാൾ തനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും. ഹൈദറിന്റെ വാക്കുകൾ കേട്ടപ്പോ മുംതാസിന് വളരെയധികം സന്തോഷം തോന്നി. തുടർന്ന് ഹൈദർ തന്റെ സുഹൃത്ത് കൈസറിനെ കാണാൻ പോയി. സത്യത്തിൽ കൈസർ ഒരു തിയേറ്ററിലാണ് ജോലി ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ഇറോട്ടിക് ഡാൻസ് തിയേറ്ററിൽ. ഹൈദറിനെ ജോലിയുടെ ഓഡീഷന് വേണ്ടി വിളിച്ചതായിരുന്നു. അതും ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാൻസറുടെ ജോലി. ഹൈദറിന്റെ ഓഡീഷൻ നടന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ വല്ലാതെ മടിച്ചായിരുന്നു ഹൈദർ ഡാൻസ് കളിച്ചത്. അവന്റെ ഡാൻസ് കണ്ട് കൈസറിന് പോലും ചിരി വരുന്നുണ്ട്. ആ തിയേറ്റർ ഓണർ അവൻ ശരിയാവില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കെ തന്റെ സുഹൃത്തും ചിരിക്കുന്നത് കണ്ട് ഹൈദറിന് ദേഷ്യം വരികയും അവൻ തിയേറ്ററിൽ നിന്നും പുറത്തേക്കിറങ്ങുകയും ചെയ്തു.
കൈസർ അവന്റെ പിന്നാലെ വന്ന് സംസാരിച്ചു. ആ സമയം ഹൈദർ പറഞ്ഞു, നിനക്കറിയാലോ ഈ ജോലിക്കൊന്നും എന്റെ അബ്ബ സമ്മതിക്കുന്നു തോന്നുന്നില്ല. തിയേറ്ററിൽ ഞാൻ പെണ്ണുങ്ങളുടെ പിന്നാലെ നൃത്തം ചെയ്യുകയാണെന്നറിഞ്ഞ അദ്ദേഹം എന്നെ ഒരുപാട് വഴക്ക് പറയും. അത് കേട്ടതും കൈസർ ചോദിച്ചു, നീ എന്തിനാ നിന്റെ അബ്ബാനോട് ഇതൊക്കെ പറയാൻ പോകുന്നത്? ജോലി ചെയ്താൽ നിന്റെ കയ്യിൽ ഒരുപാട് പണം വരും. പണം വന്നു കഴിഞ്ഞാ ഇത് എവിടുന്ന് വന്നു എന്നൊന്നും ആരും നിന്നോട് ചോദിക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ഹൈദർ മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്ന അതേ ട്രാൻസ്ജെൻഡറെ ഹൈദർ വീണ്ടും ശ്രദ്ധിക്കുന്നത്. അപ്പോഴേക്കും അവർ ഹൈദറിന്റെയും കൈസറിന്റെയും അടുത്തേക്ക് വന്നു. സത്യത്തിൽ ആ സ്ത്രീയുടെ പേര് ബീബയെന്നാണ്. ബീബയുടെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായാണ് ഹൈദർ നൃത്തം ചെയ്യേണ്ടിയിരിക്കുന്നത്. ബീബയെ കണ്ടതും ഹൈദർ അവളോടായി പറഞ്ഞു, ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ബീബ അത് തീർത്തും നിഷേധിച്ചു. നീയൊരു പക്ഷേ മറ്റാരെയെങ്കിലുമായിരിക്കും കണ്ടത് എന്നവൾ പറഞ്ഞു. പിന്നാലെ ബീബ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോ ബീബയെ കണ്ട സന്തോഷത്തിലോ ബീബയുടെ കൂടെ ജോലി ചെയ്യാനുള്ള താല്പര്യത്തിലോ എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ഹൈദർ കൈസറിനോട് താൻ ഈ ജോലിക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. ഇതിനിടയിൽ ഡാൻസ് സ്റ്റെപ്പ് ശരിയായില്ലെന്ന് പറഞ്ഞപ്പോ ബീബ ഹൈദറിനൊരു ഉപദേശം കൊടുത്തിരുന്നു. അവനോട് ഷൂ ഊരിയിട്ട് ഡാൻസ് കളിക്കാൻ അന്ന് ബീബ ആവശ്യപ്പെട്ടു. തിരികെ ചെന്ന ഹൈദർ ഷൂ ഊരിയിട്ട് വീണ്ടും ഓഡിഷൻ നൽകി. ഇത്തവണ അവന്റെ പെർഫോമൻസ് ബെറ്റർ ആയിരുന്നു. അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേസമയം മറുവശത്ത് മുംതാസ് ആകട്ടെ അന്നൊരു വധുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവിടെ കറണ്ട് പോയത്. എല്ലാവരും ഇനി എന്തു ചെയ്യുമെന്ന് ഞെട്ടിനിക്കെ മുംതാസ് തന്റെ ജോലിയിൽ അങ്ങേയറ്റം പ്രൊഫഷണൽ ആയതുകൊണ്ട് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് തെളിയിച്ച് ആ വധുവിനെ അവൾ ഭംഗിയായി ഒരുക്കി. അതിന്റെ പേരിൽ അവൾക്കൊരുപാട് അപ്രിസിയേഷനും കിട്ടി. മുംതാസിനും വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. ഹൈദർ അന്ന് അവിടെ നിന്ന് അവിടുത്തെ ഡാൻസ് പെർഫോമൻസ് കണ്ടിരുന്നു. ആ ഡാൻസ് തിയേറ്ററിൽ പ്രധാനമായും ആളുകൾ വരുന്നത് ഒരു സ്ത്രീയുടെ ഡാൻസ് കാണാനാണ്. അതിനിടയിൽ ഫില്ലേഴ്സ് ആയിട്ടാണ് ബീബയുടെ ഡാൻസ് പ്രോഗ്രാം ഉള്ളത്. അന്ന് ആ സ്ത്രീയുടെ ഡാൻസ് കഴിഞ്ഞതും ജനങ്ങൾ പിരിഞ്ഞു പോവാൻ തുടങ്ങി. ബീബയുടെ ഡാൻസ് കാണാനൊന്നും അധികമാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഡാൻസ് അവസാനിക്കുന്നതിന് മുമ്പ് അവളുടെ പാട്ട് വരെ ഓഫ് ചെയ്യപ്പെട്ടു. ബീബയ്ക്ക് എങ്ങനെയും മുന്നിട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം അവൾക്കവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ബീബയുടെ ഡാൻസ് പെർഫോമൻസ് നോക്കി നിൽക്കെ ഹൈദറിന് അവളോട് വല്ലാത്തൊരു താല്പര്യം തന്നെ തോന്നി. അന്ന് വൈകുന്നേരം തിരികെ വീട്ടിലേക്കെത്തിയ ഹൈദർ മുംതാസിനടുക്കൽ സന്തോഷത്തോടെ ആ വിവരം പറഞ്ഞു. തനിക്ക് ജോലി കിട്ടിയ കാര്യം. ഉടൻ തന്നെ മുംതാസ് എല്ലാവരോടും ആ കാര്യം അറിയിച്ചു. തിയേറ്ററിലാണ് അവന് ജോലി കിട്ടിയത് എന്ന് കേട്ടതും ഹൈദറിന്റെ അബ്ബ അവനോട് വളരെയധികം ദേഷ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നീ ഇത്രയും വർഷം തൊഴിലില്ലാതിരുന്നിട്ട് ഇപ്പോ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോയി നൃത്തം ചെയ്യാനാണോ പോകുന്നത്? അതും ആ ഇറോട്ടിക് തിയേറ്ററിൽ. ഉടൻ ഹൈദർ എല്ലാവരോടും കള്ളം പറഞ്ഞു, ഞാൻ അവിടെ ഡാൻസറായിട്ടല്ല, മറിച്ച് അവിടുത്തെ മാനേജറായിട്ട് ജോലി ചെയ്യാൻ പോകുന്നേ. ആ തിയേറ്ററിൽ നടക്കുന്ന ഷോകളുടെ കണക്ക് സൂക്ഷിക്കില്ല എന്റെ ജോലി. 2 ഷോ വെച്ച് മാസത്തേക്ക് കിട്ടും. 20,000 രൂപ ശമ്പളമുണ്ട്. ഓരോ ഷോയ്ക്കും 10,000 വെച്ച് എക്സ്ട്രാ കിട്ടും. മൊത്തം 40,000 രൂപയും കിട്ടും. ഹൈദറിന്റെ ആ മറുപടി കേട്ടപ്പോ അബ്ബ പെട്ടെന്ന് വായടച്ചു. അയാൾക്ക് സന്തോഷമായി. അങ്ങനൊരു ജോലി നേടിയതിന് ഹൈദറിനെ അയാൾ അഭിനന്ദിച്ചു. പിന്നാലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നുച്ചി അമ്മായച്ചനോട് ആ വിവരം പറഞ്ഞു. മുമ്പ് വീട്ടുപണികളിൽ ഹൈദർ തന്നെ സഹായിക്കുമായിരുന്നു. എന്നാലിപ്പോ ഹൈദറിന് ജോലി കിട്ടിയ സ്ഥിതിക്ക് എന്നെ ആരാ സഹായിക്കാനുള്ളത്? ആ ചോദ്യം അവിടെ ഒരു ചർച്ചയ്ക്കും തർക്കത്തിനും വഴിയൊരുക്കി. മുംതാസിന് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല. അവൾ ജോലി ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ നുച്ചിയുടെ ഭർത്താവ് സലീം പറയുന്നത് നുച്ചിയെ സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ നിൽക്കണമെന്നാണ്. വീട്ടിലെ 9 അംഗങ്ങൾക്കും വെച്ച് വിളമ്പാൻ നുച്ചിക്കൊറ്റയ്ക്ക് സാധിക്കില്ലെന്ന് അവളും പറഞ്ഞു. മുംതാസ് ഉടൻ പറഞ്ഞു, തനിക്കെന്തായാലും ജോലിക്ക് പോകണം. താൻ ജോലിക്ക് പോകുന്നത് തന്റെ സന്തോഷത്തിനാണ്. തർക്കം മുമ്പോട്ടേക്ക് തുടരുമ്പോ അബ്ബ ഇടപെട്ടു. മുംതാസിന് ജോലിക്ക് പോകണ്ടെന്നും ഹൈദറിന് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ ജോലിക്ക് പോയാൽ മതി എന്നും ഉത്തരവിട്ടു. മുംതാസ് പക്ഷേ അതിനെ എതിർത്തു. മുംതാസിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. വെറുതെ വീട്ടിലിരുന്ന് തന്റെ ജീവിതം നശിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എന്നിരുന്നാലും അമാനുള്ളയുടെ തീരുമാനം ആ വീട്ടിൽ അവസാനത്തേതായിരുന്നു. മുന്നിലിരുന്ന് ഹൈദറിനടുക്കൽ നിന്റെ ഭാര്യയോട് ജോലിക്ക് പോകണ്ടെന്ന് പറയാൻ അമാനുള്ള പറഞ്ഞു. അച്ഛനെ എതിർക്കാൻ ധൈര്യമില്ലാതിരുന്ന ഹൈദറാകട്ടെ മുംതാസിനോട് ഇനി ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുംതാസിന് താല്പര്യമില്ലെങ്കിലും വീട്ടിലിരുന്ന് അവൾക്ക് പണികൾ ചെയ്യേണ്ടി വന്നു. മുംതാസ് ജോലിക്ക് പോകണം എന്ന് ഹൈദർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അബ്ബയുടെ മുമ്പിൽ ഒന്നും മിണ്ടാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഹൈദർ തിയേറ്ററിൽ പോകുമ്പോൾ ബീബയുടെ പുറകിൽ നിന്ന് നൃത്തം ചെയ്യാൻ താൻ ഉൾപ്പെടെ 5 ഡാൻസർമാരുണ്ട് എന്നവൻ നോക്കിക്കണ്ടു. ബീബ ആ ഡാൻസർമാരെ പരിശീലനത്തിനായി തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോ തിയേറ്ററിൽ മെയിന്റനൻസ് നടക്കുന്നതുകൊണ്ട് അവർക്ക് റൂഫ് ടോപ്പിൽ പോയി പരിശീലനം ആരംഭിക്കേണ്ടി വന്നു. പ്രാക്ടീസിന് ശേഷം ഹൈദറും ബീബയും തിയേറ്റർ ഉടമയുടെ അടുത്തേക്ക് പോയി. അതേ തിയേറ്ററിൽ ബീബയേക്കാൾ പ്രശസ്തിയായ മറ്റൊരു ഡാൻസറുടെ ഷോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബീബയും അവളും തമ്മിൽ ഒട്ടും ചേർച്ചയിലായിരുന്നില്ല.
ആ ഡാൻസറുടെ വലിയ കട്ടൗട്ടുകളും മറ്റും തിയേറ്ററിൽ എപ്പോഴും വെച്ചിരുന്നു. അതുപോലെ തന്റെയും വലിയ പോസ്റ്ററുകൾ വെക്കണം എന്ന് ബീബ ആഗ്രഹിച്ചു. തിയേറ്റർ ഉടമയോട് അതിനെപ്പറ്റി പറഞ്ഞപ്പോ അയാൾ അത് പാടെ നിരസിക്കുകയായിരുന്നു ചെയ്തത്. കാരണം ബീബ ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവളുടെ ഷോ കാണാൻ കുറഞ്ഞ ആളുകൾ മാത്രമേ വരൂ, അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു തിയേറ്റർ ഉടമയുടെ വാദം. ബീബ പിന്നാലെ തിയേറ്റർ ഉടമയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഒന്ന് വശീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉടമ അതിന് വഴങ്ങിയില്ല. അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. പുറത്തുനിന്ന് ഹൈദർ ഇതൊക്കെ നോക്കിക്കണ്ടിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് ഹൈദറിന് അവളോട് വലിയ സങ്കടം തോന്നി. പക്ഷേ ബീബ തോറ്റുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. അവൾ തന്റെ സുഹൃത്തിനെ വിളിച്ചു. അവൾ ഇന്ന് ഡാൻസ് പരിപാടിക്ക് പോകണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് അറിഞ്ഞതും തനിക്കും കൂടി ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നാലെ ഹൈദറിനെയും കൂട്ടി ബീബ പുറത്തുപോയി. നേരെ പോയത് പോസ്റ്ററൊക്കെ അടിക്കുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു. തന്റെ കട്ടൗട്ട് അടിക്കാൻ ബീബ അവിടെ നിർദ്ദേശം കൊടുത്തു. തന്റെ കയ്യിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് തന്നെ ഹൈദർ എപ്പോഴും ബീബയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ബീബയുടെ ധൈര്യവും അവളുടെ സ്വത്വവും വ്യക്തിത്വവും അവളുടെ പെരുമാറ്റവും എല്ലാം ഹൈദറെ വല്ലാതെ ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ബീബയ്ക്ക് മറ്റൊരു പരിപാടിയുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ വന്ന് പോസ്റ്റർ എടുക്കണം, കട്ടൗട്ട് എടുക്കണം എന്ന് ആ ഷോപ്പുടമ നിർദ്ദേശം നൽകി. പക്ഷെ അതെടുക്കാൻ ബീബയ്ക്ക് പറ്റില്ല, താൻ വന്നതെടുത്തോളാം എന്ന് ഹൈദർ പറഞ്ഞു. അങ്ങനെ ബീബയ്ക്കൊപ്പം തന്നെ ഹൈദർ കറങ്ങിക്കൊണ്ടിരുന്നു. മറുവശത്ത് മുംതാസ് ആകട്ടെ വീട്ടുപണികളിൽ ആകെ ശ്വാസം മുട്ടിക്കൊണ്ടിരുന്നു. AC വെക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന അവൾ നിലവിൽ ജോലിയില്ല, പണമില്ല എന്ന അവസ്ഥ വന്നപ്പോ വീട്ടിൽ വെച്ച് തന്നെ നുച്ചിയുടെ സഹായത്തോടെ ഒരു തട്ടിക്കൂട്ട് എയർ കൂളർ ഉണ്ടാക്കിയെടുത്തു. അന്ന് രാത്രി കട്ടൗട്ടും വാങ്ങി ഹൈദർ തിയേറ്ററിലെത്തി. പക്ഷേ തിയേറ്റർ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ഹൈദറെ അകത്തേക്ക് വിടാൻ വിസമ്മതിച്ചു. മറുവശത്ത് ബീബയാകട്ടെ ഒരു ഡാൻസ് ബാറിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഒരാൾ ബലമായി അവളെ പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ശ്രമിച്ചു. ബീബയ്ക്കതിൽ തീരെ താല്പര്യമില്ലെങ്കിലും നിന്നുകൊടുക്കാതെ അവളുടെ മുമ്പിൽ മറ്റു വഴിയുണ്ടായിരുന്നില്ല. കട്ടൗട്ടിനുള്ള പണം അവൾ കണ്ടെത്തിയിരുന്നത് അതിലൂടെയായിരുന്നു. മറ്റു വഴിയില്ലാതെ ഹൈദർ ബീബയുടെ കട്ടൗട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മുംതാസിന്റെ സഹായത്തോടെ റൂഫ് ടോപ്പിൽ വെച്ച് കട്ടൗട്ട് ഒരു തുണി കൊണ്ട് മൂടി. ആ സമയത്ത് മുംതാസും ഒന്നിച്ച് നിന്ന് ഹൈദർ സംസാരിച്ചു. മുംതാസിനടുക്കൽ അവൻ സത്യം വെളിപ്പെടുത്തി. ഞാൻ തിയേറ്ററിൽ മാനേജറുടെ ജോലിയല്ല ചെയ്യുന്നത്. നീ ഈ പോസ്റ്ററിൽ കാണുന്ന ഡാൻസർ ഇല്ലേ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറാണ് ഞാൻ. അവർ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഹൈദർ വിചാരിച്ചത് ഇതറിയുമ്പോ മുംതാസ് ദേഷ്യപ്പെടുമെന്നായിരുന്നു. പക്ഷെ അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. അവൾക്ക് ഹൈദറിന്റെ പ്രവർത്തികളിൽ കൗതുകം തോന്നിയിരുന്നു. പിന്നീട് അവൾ ഹൈദറിനടുക്കൽ ചില ഡാൻസ് സ്റ്റെപ്പുകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. ഹൈദർ അവൾക്ക് മുമ്പിൽ ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. മുംതാസിന് അത് കണ്ട് സന്തോഷം തോന്നിയിരുന്നു. കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താൽ ബെറ്റർ ആകും എന്ന മട്ടിൽ മുംതാസ് പറയുകയും ചെയ്തു. ഹൈദർ ആ സമയം എന്നോട് നിനക്ക് ദേഷ്യമില്ലേ എന്ന് ചോദിച്ചു. ആദ്യമില്ലെന്ന് പറഞ്ഞെങ്കിലും ഹൈദറിനോട് തനിക്ക് കുറച്ച് നീരസമുണ്ട് എന്നവൾ പറയുകയും ചെയ്തു. ബീബയ്ക്കായി അവനിങ്ങനെ സമയം ചെലവഴിക്കുന്നതും ബീബയുടെ പിന്നാലെ നടക്കുന്നതുമെല്ലാം അവളെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. ഹൈദർ അവളുടെ അടുത്ത് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അടുത്ത ദിവസം രാവിലെയാണ് യഥാർത്ഥ പ്രശ്നമുണ്ടാകുന്നത്. അയൽവാസിയായ ഫയാസ് എന്ന സ്ത്രീ അമാനുള്ളയുടെ വീടിന് മുകളിൽ ബീബയുടെ കട്ടൗട്ട് കണ്ടു. അതവർ അമാനുള്ളയുടെ അടുത്തറിയിച്ചു. അതോടെ വീട്ടിൽ വലിയ പ്രശ്നം തന്നെയുണ്ടായി. ആ കട്ടൗട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ ഹൈദറിനെ അവന്റെ അബ്ബ ഒരുപാട് ശകാരിച്ചു. ലാഹോറിൽ അവരുടെ കുടുംബത്തിന് വലിയ സൽപ്പേരും കീർത്തിയും ഒക്കെ ഉണ്ടായിരുന്നെന്നും തന്റെ വീടിന് മുകളിൽ ഒരു ബാർ നർത്തകിയുടെ പോസ്റ്റർ വെച്ച് അത് അപമാനിക്കപ്പെട്ടു എന്നും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഹൈദറിന് വേഗത്തിൽ തന്നെ ആ കട്ടൗട്ട് തിയേറ്ററിലേക്ക് മാറ്റേണ്ടിയും വന്നു. അവിടെ വെച്ച് ബീബ ആ കട്ടൗട്ടിനൊപ്പം ഫോട്ടോ എടുക്കുകയും പിന്നീട് ഡാൻസർമാരോട് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഹൈദർ ഒഴികെ ബാക്കിയെല്ലാ ഡാൻസർമാരും നന്നായി നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിഹേഴ്സലിനിടയിൽ ബീബയ്ക്ക് ഇടയ്ക്കിടെ ഡാൻസ് നിർത്തേണ്ടി വന്നു. ഇതിൽ ദേഷ്യം വന്ന ബാക്കി ഡാൻസർമാർ വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവർ പോയതിനു ശേഷം ബീബ ഹൈദറിന് മാത്രമായി പരിശീലനം നൽകി. ബീബയുടെ പരിശ്രമം കൊണ്ട് ഹൈദർ ഡാൻസ് സ്റ്റെപ്പുകൾ പതിയെ പതിയെ നന്നായി പഠിക്കാനും തുടങ്ങി. രാത്രിയിൽ ഹൈദർ ബീബയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയി. ബീബ സ്ഥിരമായി പോകുന്ന ട്രെയിനിൽ അവൾ പോയിരുന്നത് സ്ത്രീകൾ ഇരിക്കുന്നിടത്തായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന മറ്റു സ്ത്രീകൾ ബീബയോട് മോശമായി സംസാരിച്ചു. അവളോട് പോയി ആണുങ്ങളുടെ ഇടത്തിരിക്കാനും മറ്റും പറഞ്ഞു. ഹൈദർ ഇത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ബീബ മൈൻഡ് ചെയ്യാതിരിക്കുന്നിടത്തോളം ആ സ്ത്രീകളുടെ പറച്ചിൽ കൂടി വന്നു. ഒടുവിൽ ഹൈദർ ഒട്ടും മടിച്ചില്ല. നേരെ പോയി ബീബയുടെ തൊട്ടടുത്ത് അവളോട് ചേർന്നിരുന്നു. അതോടെ പെട്ടെന്ന് ആ സ്ത്രീകളുടെ വായൊന്നടഞ്ഞു. പിന്നാലെ അവർ ഹൈദറിനെയും ബീബയെയും ചേർത്ത് മോശമായി സംസാരിക്കാൻ ആരംഭിച്ചു. പക്ഷേ അവരാകട്ടെ അതൊന്നും കാര്യമാക്കിയില്ല. നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ബീബയ്ക്ക് ചെറിയ പുഞ്ചിരി പോലും വരുന്നുണ്ടായിരുന്നു.
ഹൈദർ അന്ന് ബീബയ്ക്കൊപ്പം ബീബ താമസിക്കുന്ന ഇടത്തെത്തി. അവിടെ വെച്ച് അവളുടെ ഗുരുവിനെ കണ്ടു. അന്ന് ബീബയുടെ മുറിയിലിരിക്കുമ്പോ ബീബ ഹൈദറോട് മനസ്സ് തുറന്നു. ഹോസ്പിറ്റലിൽ രക്തത്തിൽ കുളിച്ച് താൻ നിന്ന ആ ദിവസത്തെപ്പറ്റി പറഞ്ഞു. അന്ന് ബീബ യാഥാർത്ഥ്യത്തിൽ അവളുടെ ഒരു സുഹൃത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. ടീന എന്നായിരുന്നു അവളുടെ പേര്. ടീനയും ബീബയും അന്നൊരു ബാറിൽ ഡാൻസ് ചെയ്യാൻ പോയിരുന്നു. ഒരാൾ അവിടെ വെച്ച് ടീനയെ കടന്നു പിടിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവൾ എതിർത്തപ്പോ അയാളെ തള്ളിമാറ്റിയപ്പോ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ തോക്കെടുത്ത് അവളെ വെടിവെച്ചു. അതെന്ന് ബീബയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു നൽകിയത്. അന്ന് ആശുപത്രിയിൽ എത്തിയപ്പോ ഡോക്ടർമാരും മറ്റ് ട്രാൻസും പോലീസുമൊക്കെ ബീബയോട് അതുതന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്താ പറ്റിയതെന്ന്. ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ബീബയ്ക്ക് പറയാൻ സാധിച്ചിരുന്നുള്ളൂ. വേദനയോടെ എല്ലാം ഓർത്തെടുത്ത് അവൾ ഹൈദറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഹൈദറിനും അത് കേട്ട് വലിയ വിഷമം തോന്നിയിരുന്നു. പിന്നീട് ബീബ ഹൈദറുമായി വളരെയധികം സംസാരത്തിലൂടെ എടുത്തു. ഇതേ സമയം മറുവശത്ത് മുംതാസ് ആകട്ടെ ഹൈദറെയും കാത്ത് തന്റെ വികാരങ്ങൾ കടിച്ചുപിടിച്ച് വീടിന്റെ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്നു. അയൽവക്കത്തെ തെരുവിൽ രാത്രിയുടെ മറവിൽ ഒരാൾ തന്റെ കാമുകിയോട് സംസാരിക്കുന്നതും മറ്റും അവൾ ബൈനോക്കുലറിലൂടെ നോക്കിക്കണ്ടു. ഇതേ സമയം മറുവശത്ത് ബീബയും ഹൈദറും കടലിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. കടലൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഹൈദറിന് കടലിനെ പറ്റി കേട്ടപ്പോ വലിയ അതിശയം തോന്നി. അവർ തമ്മിലുള്ള സംസാരം അവരെ പതിയെ അടുപ്പത്തിലേക്ക് നയിച്ചു. ശാരീരികമായി ബന്ധപ്പെടാൻ ബീബ ഹൈദറിന്റെ അടുത്തെത്തി. അവനെ ചുംബിക്കാൻ വേണ്ടി അടുത്തു ചെന്നു. പെട്ടെന്ന് വല്ലാതായ ഹൈദർ പെട്ടെന്ന് പിൻവലിഞ്ഞു. ബീബ അവനോട് സോറി പറഞ്ഞു. ഹൈദർ പിന്നാലെ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അന്ന് രാത്രി ഹൈദറും മുംതാസും ഉറങ്ങാൻ കിടന്നു. ഹൈദർ മുംതാസിനോട് അവള് കടൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്നും പോയിട്ടുണ്ടെന്നുമായിരുന്നു അവൾ പറഞ്ഞത്. അത് വലുതാണോ എന്നായിരുന്നു ഹൈദറിന്റെ അടുത്ത ചോദ്യം. കടൽ എന്തായാലും വലുത് തന്നെയായിരിക്കുമല്ലോ എന്ന് മുംതാസ് മറുപടി പറഞ്ഞു. നീ അതില് മുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പെണ്ണുങ്ങളുടെ വസ്ത്രം നനയുമെന്നുള്ളതുകൊണ്ട് കടലിൽ മുങ്ങാൻ കുടുംബത്തിലുള്ളവർ സമ്മതിക്കാറുണ്ടായിരുന്നില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് പോകാം എന്ന തരത്തിൽ മുംതാസ് അവനോട് പറയുകയും ചെയ്തു. മുംതാസ് അവനോട് അടുക്കാനും ലൈംഗികമായി ഇടപഴകാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹൈദർ മുംതാസിനോട് ലൈംഗികമായി ഇടപഴകാൻ എപ്പോഴും വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. അവന്റെ ഉള്ളിൽ തന്നെ തന്റെ സ്വത്വത്തെപ്പറ്റി എന്തൊക്കെയോ സംഘർഷങ്ങൾ നടക്കുന്നത് പോലെ മുംതാസിന് ഒരിക്കലും ഹൈദറിൽ നിന്ന് ലൈംഗിക സംതൃപ്തി നേടാനേ സാധിച്ചിരുന്നില്ല. അന്നും മുംതാസ് താല്പര്യം പ്രകടിപ്പിച്ചു ചെന്നപ്പോ മുറിയിലുള്ള സഹോദരന്റെ കുട്ടി ഉണരുമെന്ന് പറഞ്ഞ് തനിക്ക് വല്ലാതെ ചൂടെടുക്കുന്നു, താനൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞവൻ പുറത്തേക്ക് പോവുകയായിരുന്നു ചെയ്തത്. അവനെന്ന് നേരെ പോയത് ബീബയുടെ അടുത്തേക്കാണ്. ബീബയെ അവൻ ഫോൺ ചെയ്തു. അവർ തമ്മിൽ അന്ന് ആ തെരുവിൽ വെച്ച് ഗാഢമായി ചുംബിച്ചു. ദിവസങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. മുംതാസ് വീട്ടു ജോലികളിലും താൻ ആ വലിയ വീട്ടിൽ അനുഭവിക്കുന്ന ഏകാന്തതയിലും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ മുമ്പോട്ടുള്ള ജീവിതവും സ്വപ്നങ്ങളും കാണാനേ സാധിക്കുന്നില്ല. അടുത്ത ദിവസം ഹൈദർ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോ ബീബ വന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഹൈദർ ബീബയോട് പറഞ്ഞു, നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞ അവരൊക്കെ എന്നെ കളിയാക്കും, എന്നാൽ ആരും അറിയില്ലെന്ന് ബീബവൻ ഉറപ്പു നൽകി. അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. ബീബ പിന്നീട് ഹൈദറിനെ തന്റെ ഒരു ട്രാൻസ്ജെൻഡർ സുഹൃത്തിന്റെ വിവാഹത്തിന് കൊണ്ടുപോയി. ബീബ ഒരുപാട് സന്തോഷിച്ചിരുന്നു. തന്റെയും വിവാഹം അതുപോലെ നടക്കണം എന്ന് ബീബ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഹൈദർ വിവാഹിതനാണെന്ന കാര്യവും അവൾക്കറിയാം. അതുകൊണ്ട് അവൾ ആ വിഷയം അവനോട് സംസാരിച്ചില്ല. മറുഭാഗത്ത് വീട്ടിൽ മുംതാസിന് ഛർദിയും വയറുവേദനയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ അതത്ര കാര്യമാക്കിയില്ല. അന്ന് ജോലിക്കിടയിൽ മുംതാസും നുച്ചിയും സംസാരിച്ചു. മുംതാസ് ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് നുച്ചിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ഒരു മേളയ്ക്ക് പോകാൻ നുച്ചി മുംതാസിനെ ക്ഷണിച്ചു. ജോയ്ലാൻഡ് എന്ന പേരുള്ള ഒരിടത്ത് പോവാനായിരുന്നു അവൾ വിളിച്ചത്. പക്ഷേ അബ്ബാജാൻ അതിന് അനുവാദം നൽകില്ല എന്ന് മുംതാസ് പറഞ്ഞു. അബ്ബാജാനെ തനിച്ചാക്കി പോവാനും പറ്റില്ലല്ലോ എന്നും അവൾ കൂട്ടിച്ചേർത്തു. പക്ഷേ അയൽവാസിയായ ഫയാസിനെ അബ്ബാജാൻ അടുത്താക്കിയിട്ട് പോകാം എന്നായിരുന്നു നുച്ചി പറഞ്ഞത്. അബ്ബാജാനും ആ സ്ത്രീയും തമ്മിൽ അടുപ്പമുണ്ട് എന്ന കാര്യം നുച്ചിക്ക് അറിയാമായിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ മുതൽ തുടങ്ങിയൊരു ബന്ധമാണത്. നേരെ ഫയാസിനെ അവിടെയാക്കാം എന്ന കാര്യം പറഞ്ഞ് നുച്ചി അബ്ബയ്ക്ക് അടുത്ത് ചെന്ന് ജോയ്ലാൻഡിൽ പോവാനുള്ള അനുവാദം ചോദിച്ചു. ഫയാസ് അവിടെ നിൽക്കും എന്ന കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അബ്ബ അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രിയിലായിരുന്നു ബീബയുടെ ഫേമസ് ആയ ആ ഷോ നടക്കാനിരുന്നത്. അവൾ അതിനു വേണ്ടിയിട്ടാണ് ഹൈദറിനെയും മറ്റും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുത്തതും. പക്ഷേ ഷോ തുടങ്ങുന്നതിന് മുമ്പ് കറണ്ട് പോയി. ബീബ വളരെയധികം വിഷമത്തിലായി. ഹൈദറിന് പക്ഷേ അവളെ അങ്ങനെ വിഷമത്തിൽ കാണാൻ സാധിക്കുമായിരുന്നില്ല. അവൾ ഒരുപാട് പണം ആ പ്രോഗ്രാമിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. ഹൈദറിനുടൻ ഒരു ബുദ്ധി തോന്നി. അവിടെയുള്ള എല്ലാവരോടും പോകുന്നതിനു പകരം ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ അവൻ ആവശ്യപ്പെട്ടു. അവർ അങ്ങനെ ചെയ്തതും തിയേറ്ററിൽ വെട്ടം നിറഞ്ഞു. ബീബയും സംഘവും തങ്ങളുടെ നൃത്തം അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ആ ഷോയുടെ തീം വളരെ വ്യത്യസ്തമായതുകൊണ്ട് അന്നത്തെ കാണികൾക്ക് അതൊരുപാട്
ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. മറുവശത്ത് മുംതാസും നുച്ചിയും ജോയ്ലാൻഡിൽ പോയി റൈഡുകളിൽ കയറുകയായിരുന്നു. മുംതാസ് റൈഡിൽ കയറിയപ്പോ വയറിൽ ബെൽറ്റ് മുറുക്കിയിട്ടു. അവളുടെ പ്രവൃത്തികളിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. പക്ഷേ അതെന്തെന്ന് വ്യക്തമല്ല. അന്നേറെ വൈകിയായിരുന്നു മുംതാസും നുച്ചിയുമെല്ലാം ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അന്ന് രാത്രിയിൽ ഫയാസ് ആകട്ടെ അമാനുള്ളയുടെ അടുത്തുനിന്ന് പോയിട്ടുമുണ്ടായിരുന്നില്ല. ഹൈദറും വീട്ടിലെത്തിയിട്ടില്ല. തന്റെ ഒരു കുട്ടിയെ മുംതാസിനടുക്കൽ സലീം ഏൽപ്പിച്ചു. മറുവശത്ത് ഹൈദറാകട്ടെ ദീപയ്ക്കൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈദർ ഇങ്ങനെ വൈകി വരുന്നതിൽ മറ്റും സലീമിന് അമർഷമുണ്ടായിരുന്നു. മുംതാസ് സലീമിന്റെ മകൾക്കൊപ്പം ഉറങ്ങാൻ കിടന്നു. പക്ഷെ അപ്പോഴാണ് അവൾ ബെഡിൽ മൂത്രമൊഴിക്കുന്നത്. അതോടെ ദേഷ്യത്തിൽ മുംതാസ് എഴുന്നേറ്റു. അവളെ ബെഡ് വിരിയും മറ്റും മാറ്റിവിരിക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്തെ തെരുവിൽ ആ കാഴ്ച കണ്ടത്. തെരുവിൽ നിന്ന് രാത്രിയിൽ കാമുകിയോട് ശൃംഗരിക്കുമായിരുന്ന ആ മനുഷ്യൻ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈനോക്കുലറിലൂടെ അത് നോക്കിക്കണ്ടേ അവൾക്ക് അവളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഹൈദറിൽ നിന്നും അവൾ ആഗ്രഹിക്കുന്നതൊന്നും അവൾക്ക് കിട്ടാറുമുണ്ടായിരുന്നില്ല. അവൾ ലൈംഗിക ചേഷ്ടകൾ പ്രകടിപ്പിച്ച് അവിടെ അങ്ങനെ നിൽക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ശബ്ദവും മറ്റും കേട്ട് അങ്ങോട്ടേക്ക് സലീം എത്തിയത്. അവളെ ആ ഒരവസ്ഥയിൽ സലീം നോക്കിക്കണ്ടു. സലീമിനെ കണ്ടതും അവൾ ബൈനോക്കുലർ മാറ്റി പേടിച്ച് പിന്മാറി. സലീമും പുറത്തേക്ക് നോക്കി അവൾ എന്താണ് നോക്കി നിന്നത് എന്ന് നോക്കിക്കണ്ടു. അടുത്ത ദിവസം അതിലും വലിയ പ്രശ്നം ഉടലെടുത്തു. ഫയാസിന്റെ മകൻ അവിടെ എത്തി. തലേന്ന് രാത്രി തന്റെ ഉമ്മ മുഴുവൻ സമയവും അവിടായിരുന്നു എന്ന കാര്യം അവന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സമൂഹം എന്തു പറയും എന്ന മട്ടിലൊക്കെ അവരെ കുറ്റപ്പെടുത്തി അയാൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ആ സ്ത്രീ തന്റെ മകനോട് പറഞ്ഞു, ആളുകൾ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നെനിക്ക് വിഷയമല്ല. ഞാൻ ഇന്നലെ രാത്രി വീട്ടിലില്ലായിരുന്ന കാര്യം നീ അറിഞ്ഞിട്ട് പോലുമില്ലല്ലോ. പുലർച്ചെയല്ലേ നിനക്കെന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയുള്ളൂ. അതുകൊണ്ട് നീ ഒരുപാട് കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട. അത് കേട്ടതും മകൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി. തുടർന്ന് ആ സ്ത്രീ അമാനുള്ളയോട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കാമോ? എന്നാൽ തന്റെ മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് സമൂഹത്തെ ഭയന്നിരുന്ന അയാൾ ആ സ്ത്രീയോട് അവിടെ നിന്നും പോവാൻ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത്. ഹൈദറോട് അവരെ കൊണ്ടുപോയി വീട്ടിലാക്കാനും അമാനുള്ള പറഞ്ഞു. വീട്ടിൽ മൊത്തത്തിൽ ഒരു നിശബ്ദത തളം കെട്ടിത്തുടങ്ങിയിരുന്നു. നുച്ചി ഇപ്പോൾ പഴയ പോലെ മുംതാസുമായി അടുത്ത് സംസാരിക്കുന്നില്ല. തലേന്നത്തെ കാര്യം സലീം പറഞ്ഞു നുച്ചി അറിഞ്ഞിരിക്കണം. സലീം എന്ന് പള്ളിയിൽ പോയ സമയത്ത് ഹൈദറോട് ഒരു കാര്യം എടുത്തു പറഞ്ഞു. മുംതാസിന്റെ മേളിൽ നീ ഒന്ന് കണ്ണുവെക്കണം. എനിക്ക് മനസ്സിലായില്ല എന്നായിരുന്നു ഹൈദർ പറഞ്ഞത്. ഉടൻ സലീം സൂചിപ്പിച്ചു, നിന്റെ ഭാര്യയാണ്, അതിലിത്ര മനസ്സിലാക്കാനൊന്നുമില്ല. ഞാൻ അവളെ നന്നായി നോക്കുന്നുണ്ടല്ലോ. ആ അത് തന്നെയാ പറഞ്ഞത്. നന്നായി നോക്കുന്നുണ്ടെങ്കിൽ അത് മര്യാദക്ക് ചെയ്യ്. എന്തായാലും അന്ന് അവൻ അവിടെ നിന്ന് ബീബയുടെ അടുത്ത് പോയി. ബീബയോട് സംസാരിക്കുമ്പോ മുതലാളി തന്റെ പേയ്മെന്റ് കൂട്ടിയതായും താൻ വൈകാതെ സർജറി ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യവും ബീബ സന്തോഷത്തിൽ അവനോട് പറഞ്ഞു. ബീബ സർജറി ചെയ്ത് പൂർണ്ണമായൊരു സ്ത്രീയായി മാറാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് കേട്ടതും ഹൈദർ വല്ലാതായി. അവനെന്തോ അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ഹൈദർ എന്ന് ബീബയോട് പറഞ്ഞു, നീ ഇപ്പോ ഇരിക്കുന്നത് പോലെ തന്നെയാ എനിക്കിഷ്ടം. അത് കേട്ട് ബീബ ദേഷ്യപ്പെട്ടു. ഞാനിത് ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിനാണ്, അല്ലാണ്ട് മറ്റൊരാൾക്കും വേണ്ടിയല്ല. ഞാൻ നിന്നോട് ഒപ്പീനിയനും ചോദിച്ചില്ല. ബീബയെ അത് ഹർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയതും ഹൈദർ അവളോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. ഇതേസമയം മറുവശത്ത് വയ്യായ്ക തോന്നിയതിനെ തുടർന്ന് മുംതാസിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ചെക്കപ്പിൽ മുംതാസ് ഗർഭിണിയാണെന്ന് തെളിഞ്ഞു. ഉള്ളിലുള്ളത് ഒരു ആൺകുഞ്ഞാണെന്നും ചെക്ക് ചെയ്ത ഡോക്ടർ വെളിപ്പെടുത്തി. അത് കേട്ടതും നുച്ചിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. നുച്ചി എന്നാലും ഡോക്ടറോട് പറഞ്ഞു, ദയവായി ശരിക്കൊന്ന് പരിശോധിക്ക്. എന്റെ സമയത്തും നിങ്ങൾ ആൺകുട്ടിയാണെന്നാ പറഞ്ഞിരുന്നേ. എന്നാ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായിരുന്നു. അത് കേട്ട് മുംതാസ് ഒന്ന് അസ്വസ്ഥയായി. സത്യത്തിൽ മുംതാസ് ഗർഭിണിയായ കാര്യത്തിൽ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. ഒരു കുഞ്ഞുണ്ടായാൽ തന്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ല. ജീവിതകാലം മുഴുവൻ നുച്ചിയെപ്പോലെ കുട്ടികളെ നോക്കി താൻ വീട്ടിലിരിക്കേണ്ടി വരും എന്നവൾ വല്ലാതെ ഭയപ്പെട്ടു. അവൾക്ക് തന്റെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കണമായിരുന്നു. പുറത്തു വന്ന മുംതാസ് നുച്ചിയുമായി സംസാരിച്ചു. ഇനി ഹൈദറിനെ രാത്രിയിൽ ജോലിക്ക് വിടണ്ടെന്നും അതത്ര ശരിയാവില്ല. ഭാര്യമാര് ഗർഭിണിയായിരിക്കുമ്പോ ഭർത്താക്കന്മാർക്ക് വേറൊരു സ്വഭാവമാണ് എന്ന മട്ടിലൊക്കെ പറഞ്ഞു. പക്ഷേ മുംതാസ് വല്ലായ്മയിൽ തന്നെയായിരുന്നു. എനിക്കിവിടെ നിന്ന് ഓടിപ്പോവാൻ തോന്നുന്നു എന്ന മട്ടിലായിരുന്നു മുംതാസ് പറഞ്ഞത്. നുച്ചി ഞെട്ടി അവളെ നോക്കി. പക്ഷെ മുംതാസ് ചിരിച്ചുകൊണ്ട്, നിന്റെ മുഖം നോക്കിക്കേ, ഞാനൊരു തമാശ പറഞ്ഞതാ എന്ന മട്ടിൽ പറഞ്ഞ് അവിടെ നിന്ന് മാറി. അന്ന് രാത്രിയിൽ മറ്റൊന്ന് സംഭവിച്ചു. ഹൈദറും ബീബയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവരുടെ കൂടെയുള്ള ഡാൻസർക്ക് മനസ്സിലായിരുന്നു. അവർ ഹൈദറിനെ കളിയാക്കുകയും
മർദ്ദിക്കുകയും ബീബയുടെ സ്വകാര്യ ഭാഗം എങ്ങനാണെന്ന് ചോദിച്ച് അവനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യിക്കുകയും ചെയ്തു. ഹൈദറാകട്ടെ ഒന്നും മിണ്ടാതെ എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. ആ സമയമാണ് ബീബ അങ്ങോട്ടേക്ക് വന്നത്. ബീബ അവരെ തടഞ്ഞു. ബുള്ളി ചെയ്തുകൊണ്ടിരുന്നവരെ ധൈര്യത്തോടെ എതിരിട്ടു. ഈ ലോകം തങ്ങളെപ്പോലെയുള്ളവർക്കുള്ളതല്ലെന്ന് ബീബയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും തന്റെ സ്വത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ ബീബ ഒട്ടും മടിച്ചിരുന്നില്ല. അവൾ ധൈര്യത്തോടെ തനിക്കെതിരെ വരുന്നവരെ എതിരിട്ടു. ഹൈദറിന് ഇതൊക്കെ കണ്ട് ബീബയോട് ആരാധന കൂടുകയായിരുന്നു ചെയ്തത്. അന്ന് ഹൈദറെയും കൂട്ടി ബീബ അവിടെ നിന്ന് പോയി. മറുവശത്ത് മുംതാസ് ആകട്ടെ അത്ര നേരം ഹൈദറെ കാത്തിരിക്കുകയായിരുന്നു. ഹൈദറും ബീബയും തമ്മിലുള്ള ബന്ധമെല്ലാം മുംതാസിന് മനസ്സിലാവുന്നുമുണ്ട്. ഒടുവിൽ താൻ ഇനി അവിടെ തുടർന്നാൽ അവിടെ ഒരു ബന്ദിയായി പോവും എന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ അവൾ തീരുമാനിച്ചു. അവൾ റെയിൽവേ സ്റ്റേഷനിലേക്കും പോയി. മറുവശത്ത് ഹൈദർ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ ബീബയ്ക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. പക്ഷെ ആ ബന്ധത്തിനിടയിൽ ഒന്ന് സംഭവിച്ചു. ഹൈദർ ഒരു സ്ത്രീയെപ്പോലെ പെരുമാറി. ബീബ ഒരു പുരുഷനെ പോലെ പ്രവർത്തിക്കാൻ ഹൈദർ ആഗ്രഹിച്ചു. ഹൈദറിന്റെ യഥാർത്ഥ സ്വത്വം പുറത്തു വരികയായിരുന്നു. പക്ഷേ താനെന്നും ഒരു സ്ത്രീയായി കാണപ്പെടാനാണ് ബീബ ആഗ്രഹിച്ചത്. ഹൈദർ അങ്ങനെ പ്രവർത്തിച്ചത് ബീബയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഹൈദറിനെ ഒരു പുരുഷനായിട്ടായിരുന്നു ബീബ നോക്കിക്കണ്ടത്. അന്ന് നടന്ന ആ സംഭവത്തിന്റെ പേരിൽ ബീബയും ഹൈദറും തമ്മിൽ വലിയ വഴക്ക് തന്നെ രൂപപ്പെട്ടു. ഇനിമേലാൽ തന്റെ മുമ്പിൽ വന്നു പോവരുതെന്ന് പറഞ്ഞ് ഹൈദറെ ബീബ അവിടെ നിന്ന് നാട്ടിയിറക്കി വിട്ടു. ഹൈദർ ദുഃഖത്തിലായിരുന്നു വീട്ടിലേക്ക് വന്നെത്തിയത്. ആ സമയത്താണ് പുറപ്പെട്ടു പോവാൻ വേണ്ടി ഇറങ്ങിയെങ്കിലും അതിന് സാധിക്കാതെ മുംതാസ് മടങ്ങിയെത്തുന്നത്. ഏറെ നിരാശയിൽ മുംതാസ് അവിടെയിരുന്നു. അവൻ ബീബയുടെ അടുത്തായിരുന്നെന്ന് അവന്റെ വർത്താനത്തിൽ നിന്ന് തന്നെ മുംതാസ് മനസ്സിലാക്കി. തനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് ഹൈദർ മുംതാസിനോട് പറഞ്ഞു. അവൾ എന്താണെന്ന് ചോദിച്ചു. താൻ മനസ്സിലാക്കിയ തന്റെ സ്വത്വത്തിന്റെ കാര്യമാണ് അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പറയാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുംതാസ് ആ സമയം താൻ ഗർഭിണിയാണെന്ന കാര്യം അവനോട് വെളിപ്പെടുത്തി. അത് കേട്ടതും ഹൈദർ വല്ലാതായി. അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. മുംതാസ് അവന്റെ തലയിൽ കൈയോടിച്ച് അവനെ ആശ്വസിപ്പിച്ചു. മുംതാസിന് എല്ലാ സത്യങ്ങളും മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഹൈദർ ലൈംഗികതയുടെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബീബയുമായുള്ള ഇടപഴകലിൽ നിന്ന് അവനത് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ എപ്പോഴോ മുംതാസും ഹൈദറും ഒന്നിച്ച് നടന്ന ശാരീരിക ബന്ധത്തിൽ അവർക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു. ആ കുട്ടി ജനിച്ചാൽ മുംതാസിനി തന്റെ സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല. ഒരു വീട്ടമ്മയായി അവൾക്കവിടെ തുടരേണ്ടി വരും. മാസങ്ങൾ പിന്നീട് മുന്നോട്ടേക്ക് കടന്നുപോയി. തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ ഹൈദർ പുറത്തു മറ്റു ജോലികൾ ചെയ്യാൻ തുടങ്ങി. ബീബയാകട്ടെ പ്രധാന നർത്തകിയുടെ റോളിലേക്ക് ഉയർന്നു. തന്റെ കൂടെ നിൽക്കുന്ന മാൻലി ആയിട്ടുള്ള ഒരു വ്യക്തിയെയും അവൾ മാനേജറായി കൂടെ കൂട്ടിയിരുന്നു. അങ്ങനെ മുംതാസ് 9 മാസത്തോളം ഗർഭിണിയായ സമയം വീട്ടിൽ അബ്ബാജാന്റെ 70ാം പിറന്നാൾ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. വീട്ടിലെത്തിയ എല്ലാവരും മുംതാസിന് ആൺകുഞ്ഞ് പിറക്കാൻ പോകുന്ന കാര്യത്തിൽ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു. പക്ഷേ മുംതാസ് മാത്രം അതിൽ അസ്വസ്ഥയായി കാണപ്പെട്ടിരുന്നു. പ്രസവ സമയം അടുക്കുംതോറും അവൾ കൂടുതൽ മാനസിക വിഷമത്തിലായിക്കൊണ്ടിരുന്നു. അമ്മാനുള്ള കേക്ക് മുറിക്കുമ്പോ മുംതാസ് കുട്ടികളോടൊപ്പം ഭ്രാന്തമായി കളിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് എല്ലാവർക്കും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഗർഭിണിയായ മുംതാസ് വീണുപോകുമോ, കുട്ടിക്ക് വല്ലതും പറ്റുമോ എന്നായിരുന്നു അവരുടെ ഭയം. പക്ഷേ മുംതാസ് ചിലതൊക്കെ തീരുമാനിച്ചിരുന്നു. അവൾക്ക് ആ ഗർഭം അങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണ്ട. പാർട്ടിക്ക് ശേഷം മുംതാസ് വാഷ്റൂമിൽ പോയി. അവിടെ അവൾ ഒരു വിഷക്കുപ്പി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതെടുത്തു കുടിച്ചു. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഹൈദർ വന്നെങ്കിൽ കൂടിയും മുംതാസിന്റെ പ്രവൃത്തികളെ അവൻ കാര്യമായി ശ്രദ്ധിച്ചിരുന്നേയില്ല. താൻ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് മുംതാസിന് നന്നായി മനസ്സിലായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ മുംതാസിന്റെ മരണവിവരത്തോടെയാണ് എല്ലാവരും ഉണർന്നത്. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് ബീബ പോലും വന്നു. ബീബയും ഹൈദറും നാളുകൾക്ക് ശേഷം പരസ്പരം നോക്കിക്കണ്ടു. അധികം വൈകാതെ മുംതാസിന്റെ കബറടക്കവും കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ ഒത്തുകൂടി. അതുവരേക്കും ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതും എല്ലാവരും ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരാൾ മുംതാസിന് വല്ല മാനസികാസുഖമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. സലീമാകട്ടെ മുംതാസിനെ പറ്റി മോശമായി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. താൻ നേരിട്ട് കണ്ടതാണ് എന്ന മട്ടിലും അയാൾ പറയുന്നുണ്ട്. പക്ഷേ ഹൈദറിന് കൃത്യമായി കാര്യമറിയാമായിരുന്നു. താൻ കാണിച്ച അവഗണനയും ആ വലിയ വീട്ടിലെ ഏകാന്തതയും തന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നു എന്ന തിരിച്ചറിവുമാണ് മുംതാസിനെ ആ കടുങ്കയിലേക്ക് നയിച്ചതെന്ന് സലീം ഓരോന്ന്
ഓരോന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വന്ന് സലീമിന്റെ വായടപ്പിക്കാൻ ഹൈദർ ശ്രമിച്ചു. അതോടെ സലീം വീണ്ടും ഒന്നുകൂടി തുടർന്നു. അത് വലിയ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിനിടയിൽ നുച്ചി വല്ലാതെ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു, നമ്മൾ എല്ലാരും ചേർന്നാണ് മുംതാസിനെ കൊന്നത്. ദേഷ്യത്തിലും സങ്കടത്തിലും നുച്ചി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. നുച്ചിയെ സമാധാനിപ്പിക്കാൻ സലീം ഒരുപാട് കഷ്ടപ്പെട്ടു. അവളുടെ കബറടക്കം ഇപ്പോ കഴിഞ്ഞതേയുള്ളൂ, കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റി കാണിക്ക് എന്ന് പറഞ്ഞ് നുച്ചിയൊടുവിൽ അവിടെ നിന്ന് നടന്നുപോയി. ഇതൊക്കെ കേട്ട് അബ്ബ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അയാൾ ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. നുച്ചി പറയുന്നത് അത്രയും സത്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ആദ്യമായിട്ടായിരുന്നു നുച്ചി ആ വീട്ടിൽ അത്രമേൽ ശബ്ദമുയർത്തുന്നത് പോലും. വൈകാതെ അവിടെ നിന്നൊരിടത്തേക്ക് പോകാൻ ഹൈദർ തീരുമാനിച്ചു. ആ യാത്രയിൽ വിവാഹത്തിന് മുമ്പ് താൻ മുംതാസിനെ കാണാൻ പോയ കാര്യം അവൻ ഓർത്തു. തന്റെ സ്വത്വത്തെപ്പറ്റി സംശയമുണ്ടായിരുന്ന അവൻ മുംതാസിനടുക്കൽ സംസാരിച്ച് തന്നെ ഇഷ്ടമായില്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് വെപ്പിക്കാനായിരുന്നു പോയത്. അവളുടെ മനസ്സിൽ എന്താണെങ്കിലും പറഞ്ഞോളാൻ അവൻ പറഞ്ഞു. അവളാകെ ചോദിച്ചത് കല്യാണം കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോവാൻ പറ്റുമോ എന്ന് മാത്രമായിരുന്നു. അതിനവൻ ഓക്കെ പറഞ്ഞതും അവൾ സന്തോഷത്തോടെ യെസ് പറഞ്ഞു. യാത്ര ചെയ്ത് ഹൈദർ ഒടുവിൽ കടലിന് മുമ്പിലെത്തി. ജീവിതത്തിൽ അവൻ ആദ്യമായി കടൽ മുമ്പിൽ കാണുകയായിരുന്നു. അവൻ ആ കടലിലേക്ക് നടന്നിറങ്ങി. തിരിഞ്ഞു നോക്കിയതേയില്ല. നടന്നിറങ്ങി അതിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. തന്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കുവാൻ അവൻ തീരുമാനിച്ചിരുന്നിരിക്കണം. ആ ദൃശ്യത്തിൽ ജോയ്ലാൻഡ് എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. വെറുതെ അങ്ങ് കണ്ടു തീർക്കുന്നതിനപ്പുറം ജോയ്ലാൻഡ് എന്ന ചലച്ചിത്രം പറഞ്ഞു വെക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ജോയ്ലാൻഡ് എന്ന പേര് തന്നെ നോക്കിയാൽ ഒരു പരിഹാസമാണ്. ആനന്ദത്തിന്റെ ലോകമെന്നർത്ഥമുണ്ടെങ്കിലും ആ ലോകത്തിലോ ആ വീട്ടിലോ ആരും തന്നെ സന്തോഷത്തിലല്ല. എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിർബന്ധിതരായവർ മാത്രം. ഹൈദറിനെ നോക്കിയാൽ സ്വത്വവും സമൂഹവും തമ്മിലുള്ള ഫൈറ്റിൽ കുടുങ്ങിപ്പോയവനാണ് അവൻ. ഹൈദറിനെ കുറ്റപ്പെടുത്താമെങ്കിലും ഹൈദറും ഒരു ഇരയാണ്. സമൂഹം നിശ്ചയിച്ച് ആണത്തം തന്റെ ഉള്ളിലില്ലെന്ന് തന്റെ ലൈംഗികത വൈകിയറിഞ്ഞ ഒരുത്തൻ. ബീബയുമായുള്ള തന്റെ പ്രണയത്തിലൂടെ അവൻ തന്റെ ശരിക്കുള്ള രൂപം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും കുടുംബമെന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്ന് അവനത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുംതാസിനോട് അവന് സ്നേഹമുണ്ട്, പക്ഷെ അതൊരു ഭാര്യയോട് ഭർത്താവിന് തോന്നേണ്ടുന്ന രീതിയിലുള്ള ഒന്നല്ല. ആ വൈരുദ്ധ്യത്തിനിടയിൽ അവനെ തന്നെ നഷ്ടപ്പെട്ടു. ഒടുവിൽ സമൂഹത്തിന്റെ പ്രഷറിൽ കുറ്റബോധം താങ്ങാനാവാതെ അവൻ ആ കടുംകൈക്ക് തീരുമാനിച്ചു. മുംതാസ് ആകട്ടെ സ്വപ്നങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഇടയിൽ കുടുങ്ങിപ്പോയവളാണ്. ഈ ചലച്ചിത്രത്തിലുടനീളം ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടി ജീവിക്കുന്നതായി കാണപ്പെട്ട വ്യക്തി. ജോലിയിലൂടെ സ്വന്തമായ ഒരു അടയാളമുണ്ടാക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ആ പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീയുടെ സ്വത്വം അവളുടെ ഗർഭപാത്രത്തിൽ മാത്രമാണെന്ന് എല്ലാരും നോക്കിക്കാണുകയായിരുന്നു. അതവളെ വല്ലാത്ത അങ്കലാപ്പിലാക്കി. തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ കരുതിയിരുന്നു. എന്നാൽ അയാൾ മറ്റൊരു ലോകത്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവൾക്കത് താങ്ങാൻ സാധിച്ചില്ല. ആ വീടിനുള്ളിൽ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ഒരു ജോലിക്കാരി മാത്രമായി തീരുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അവൾ ചിന്തിച്ചതിൽ അതിശയം തോന്നാനില്ല. സമൂഹം കൊന്ന, പാട്രിയാർക്കി കൊന്ന ഒരു സാധാരണ സ്ത്രീ മാത്രമായിരുന്നു അവൾ. അടുത്തത് നുച്ചിയാണ്. കുടുംബത്തിന്റെ പേരിൽ, സമൂഹത്തിന്റെ പേരിൽ എല്ലാം കൊണ്ടും കുടുങ്ങിപ്പോയവൾ. ആ കുടുംബത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്ത സ്ത്രീ. കുടുംബത്തിനു വേണ്ടി അവൾ 4 പെൺകുട്ടികളെ പ്രസവിച്ചു. എന്നിട്ടും ആൺകുഞ്ഞുണ്ടാകാത്തതിന്റെ പേരിൽ അപമാനങ്ങൾ ഏറ്റുവാങ്ങി, പരോക്ഷമായി കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങി. തന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് സമയമില്ലാതായി. മുംതാസിനെ ജോലിക്ക് പോകാൻ സഹായിക്കണമെന്നുണ്ടായിട്ടും പിതാവിനെ ഭയന്ന് അവൾക്കതിന് കഴിഞ്ഞില്ല. സിനിമയ്ക്കൊടുവിൽ നമ്മൾ എല്ലാരും ചേർന്നാണ് മുംതാസിനെ കൊന്നതെന്ന് അവൾ വിളിച്ചു പറയുമ്പോൾ അവളുടെ ഉള്ളിൽ അത്രനാളും മടക്കി പിടിച്ച അമർഷത്തിന്റെ പുറത്തുവരൽ കൂടിയാണത്. പാട്രിയാർക്കി സമൂഹത്തിലും കുടുംബത്തിലും എത്രമേൽ നിലനിൽക്കുന്നു എന്നീ ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. അബ്ബയുടെ ക്യാരക്ടറും അയാളുടെ പരസ്ത്രീ ബന്ധമടക്കവും സമൂഹത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന ഒരു നേർക്കാഴ്ചയാണ്. ബീബയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും മറ്റും നമുക്ക് ഈ ചിത്രത്തിൽ നേരിട്ട് നോക്കി കാണാനാകും. സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ എപ്പോഴും ഒതുക്കി മാറ്റി നിർത്തുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരായി അവർ മാറ്റപ്പെടുന്നു. അവരുടെ സെക്ഷ്വാലിറ്റി വരെ ചോദ്യം ചെയ്യപ്പെടുന്നു. അത്രമേൽ ചിന്തകൾക്ക് വഴി തുറക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അത്രമേൽ വിളിച്ചോതുന്ന സമൂഹത്തിന്റെ നേർചിത്രമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കൈപ്പേറിയ കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നതെങ്കിലും വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ മക്കൾക്ക്, അല്ലെങ്കിൽ സഹോദരന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ആർക്കെങ്കിലുമാണ് വ്യത്യസ്തമായ സെക്ഷ്വാലിറ്റി ഉള്ളതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.